ഹലോ. നമ്മുടെ ഫാമിൽ 2-3 പപ്പായ ചെടികൾ നല്ല ഹൈറ്റിൽ അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തോട്ടി കൊണ്ട് കുത്തിയിടാനൊക്കെ ഭയങ്കര പാടാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ ആമസോണിൽ ഒരു ഫ്രൂട്ട് പ്ലക്കർ കണ്ടു കേട്ടോ. അത് നമ്മൾ മേടിച്ചു. അതിൽ നമ്മുടെ തന്നെ പറമ്പിലുണ്ടായ മുളയില്ലേ, മുളയുടെ നല്ല നീളമുള്ള കൊമ്പ് ഇതിൽ കണക്ട് ചെയ്തേക്കാണ്. ഇതിൻ്റെ തുമ്പത്തുണ്ടായിരിക്കുന്ന ആ ഒരു നീളമുള്ള കമ്പികളില്ലേ, അത് ശരിക്കും ഇങ്ങനെ ആയിരുന്നില്ല, ഉള്ളിലേക്ക് വളച്ചിട്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ നിവർത്തി വെച്ചു. ഇതുകൊണ്ട് പപ്പായ പറിക്കാൻ നല്ല എളുപ്പമാണ്. അതിലേക്ക് പപ്പായേനെ കടത്തി വെച്ചിട്ട് ഒറ്റ തിരിച്ച് കഴിഞ്ഞാൽ പപ്പായ അതിലേക്ക് വീഴും. പിന്നെ ആരെങ്കിലും അത് പുറത്തേക്ക് എടുത്താൽ മതി. ഏകദേശം ഒരു തെങ്ങിൻ്റെ ഹൈറ്റോളം ഉണ്ട് നമ്മുടെ ഫാമിലെ 2-3 പപ്പായ ചെടികൾ. അപ്പോൾ അതിൽ നമ്മൾ കോലുകൊണ്ട് കുത്തിയിട്ട് അത് താഴെ വീഴുമ്പോഴേക്കും നല്ലപോലെ ചതഞ്ഞ് അതിൽ പരിക്കുകളൊക്കെ പറ്റാറുണ്ട്. ഈ ഒരു തോട്ടി യൂസ് ചെയ്ത് നമ്മൾ പപ്പായ പറിക്കുമ്പോൾ നല്ല സേഫായിട്ട് പപ്പായനെ താഴെ വീഴാണ്ട് നമുക്ക് കയ്യിലേക്ക് മേടിക്കാം. ഞങ്ങൾ പണ്ട് പപ്പായ പറിച്ചുകൊണ്ടിരുന്നത് കോലുകൊണ്ട് കുത്തും ഒരാൾ, മറ്റേ ആൾ താഴെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കണം. അപ്പോഴേക്കും കൈക്ക് വിരലിനൊക്കെ ചിലപ്പോൾ നല്ല സ്ട്രെയിൻ വരാറുണ്ട്. അത് ഭയങ്കര റിസ്ക് അല്ലേ. അതുമല്ല വല്ല കല്ലൊക്കെ താഴ്ത്തുണ്ടെങ്കിൽ അതിലേക്കാണ് വന്ന് വീഴുന്നതെങ്കിൽ ആ പപ്പായയുടെ കാര്യം തീരുമാനമാവും. അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് നല്ല ഉപയോഗമാണ്. ഈ പപ്പായ ഇപ്പോൾ കാണുന്ന പപ്പായയ്ക്ക് വലിയ ഹൈറ്റൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് കയ്യെത്തുന്ന ദൂരത്തുനിന്ന് തന്നെ പറിക്കാം. പക്ഷേ മറ്റേ പപ്പായ, ആദ്യം കാണിച്ച പപ്പായയുടെ താഴത്ത് കോഴിവളമാണ് ഇട്ടിരിക്കുന്നത്. കോഴിവളം ഇറക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ആ പപ്പായ ഈ കോഴിവളം മുഴുവനും തിന്നിട്ട് വളരെ വലുതായി. അതിനാണെങ്കിൽ ഇപ്പോൾ 3 വർഷത്തെ ആയുസ്സും ഉണ്ട്. അപ്പോൾ ശരി, ഇന്നത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.